പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ദേ സ്ക്വയർ ഷേപ്പിൽ ഞാൻ ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം അതിലേക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് മൊത്തം 6.5 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2 പോയിൻറ്റുകളും കൂടി ചേർത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. മുകളിൽ കൊടുത്ത നെക്ക് വിട്ട് താഴെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ഒരു ബോക്സ് ഷേപ്പിൽ നമുക്ക് കിട്ടും. നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ കൂട്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മുകളിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ബോക്സിൻ്റെ മൂലയിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക. 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കി വരുന്ന ക്യാൻവാസിൻ്റെ സൈഡെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നെക്ക് വരച്ചെടുത്തത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗമാണ് കട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ഒരു റൗണ്ട് ഷേപ്പിലൂടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് തുണിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നെക്ക് വിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ക്യാൻവാസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിനെക്കാട്ടിലും വലുതായിരിക്കണം നമ്മളത് ഒട്ടിക്കാൻ എടുക്കുന്ന തുണി. ക്യാൻവാസിൻ്റെ ഒരു വശം ചെറിയ തിളക്കമുള്ള രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ തുണിയിലേക്ക് വെച്ച് കൊടുക്കേണ്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് നമ്മൾ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ക്യാൻവാസ് കഴിഞ്ഞ് എക്സ്ട്രാ കിടക്കുന്ന തുണി നമുക്ക് ക്യാൻവാസിലേക്ക് തന്നെ വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കാം. അങ്ങനെ ക്യാൻവാസിൻ്റെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചുരിദാറിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. ചുരിദാറിൻ്റെ നല്ല വശത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മുട്ടുപിൻ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറി നമ്മുടെ നെക്കിൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ക്യാൻവാസിൽ നമ്മൾ വരച്ചെടുത്തിരിക്കുന്ന ആ യു ഷേപ്പിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാൻവാസിൽ തയ്യൽ വീഴാനായിട്ട് പാടില്ല. ആ അറ്റത്തൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആ 1/2 ഇഞ്ച് വിട്ട ഭാഗത്ത് വീണ്ടും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ തയ്യലിൽ കത്രികയുടെ വെട്ട് കൊള്ളാതിരിക്കുക. ഇനി നല്ല വശത്ത് വെച്ചടിച്ച ക്യാൻവാസ് നമ്മുടെ തുണിയുടെ ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ക്യാൻവാസ് വെച്ചിട്ട് റൗണ്ട് നെക്ക് നമ്മൾ നല്ല അടിപൊളി പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.